അപ്പം ഇന്ന് നമുക്ക് ജാൻചേട്ടന്റെ കുക്കിംഗ് കണ്ടാലോ? അതായത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്, പക്ഷെ പുള്ളിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. 1 pot ചിക്കൻ റോസ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ജാൻചേട്ടൻ റെഡിയാണോ? റെഡി. ഓക്കെ. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികള് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ തീയിലിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ജാൻചേട്ടൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. അപ്പൊ ചേട്ടന് ഈ പൊടികളിലെ പച്ചമണം മാറുന്ന അറിയുന്നില്ല എന്നൊരു കംപ്ലൈന്റ്. അപ്പൊ ഞാനുള്ള സമയത്തൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ തീരെ ചെറിയ തീയിലിട്ടിട്ടുണ്ട്. ചെറിയതായിട്ട് ഇങ്ങനെ പുക വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പാത്രം മാറ്റണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സെയിം പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ചിക്കൻ കിട്ടി, നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയും ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണോളം ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കും. സവാളയും ചെറിയുള്ളിയും എല്ലാം കൂടി നന്നായി യോജിപ്പിക്കണം. അപ്പൊ ആ സവാളയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് കിടക്കിടാന്നാക്ക്. അങ്ങനെയല്ല, ഇതിൽ ചില കാര്യങ്ങൾക്ക് കുറച്ച് എന്ത് പറയാ. ഇപ്പൊ തന്നെ എന്തൊരു വാസനയാന്ന് നോക്കി. അങ്ങനെയല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമുക്ക് എല്ലാവരുടെ കൂടിയുള്ള ചിക്കൻ ഉപയോഗിക്കാം. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇടയ്ക്ക് നോക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. നമുക്ക് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് വരട്ടി ഉപയോഗിക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള 1 pot ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി കുക്കറിലും ചെയ്യാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ 1 വിസിൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്